ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പുത്തൻ ലോട്ടറി എന്ന് വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഫോട്ടോകളും വീഡിയോകളും പങ്കുവച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇന്ന് ഓരോ പോസ്റ്റും വരുമാനമാക്കി മാറ്റുന്ന സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് ഇൻസ്റ്റഗ്രാം ലോകം മാറിക്കഴിഞ്ഞു. സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസർമാരുടെയും സവിശേഷമായ, അതായത് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കാണാൻ ആരാധകർ പണം നൽകുന്ന ഈ രീതിക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ എല്ലാ ഫോളോവേഴ്സിനും കാണാൻ കഴിയാത്ത പ്രത്യേക സ്റ്റോറികൾ, ലൈവ് സെഷനുകൾ, റീലുകൾ എന്നിവ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമായി ലഭിക്കും. ഓരോ ഇൻഫ്ലുവൻസർക്കും തങ്ങളുടെ ഇഷ്ടാനുസരണം സബ്സ്ക്രിപ്ഷൻ തുക നിശ്ചയിക്കാം. സാധാരണയായി 85 രൂപ മുതൽ 400 രൂപയ്ക്ക് മുകളിൽ വരെയാണ് ചാർജ്. ഇൻസ്റ്റഗ്രാമിൽ ശ്രദ്ധേയമായ ചില വൈറൽ താരങ്ങൾ സബ്സ്ക്രിപ്ഷനിലൂടെ നേടുന്ന വരുമാനം എത്രയെന്ന് നോക്കാം. നൂറ. 240 പേരാണ് നൂറയെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പ്രതിമാസം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി നൂറ ഈടാക്കുന്നത്. 93,600 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസവരുമാനമായി നേടുന്നത്. ആദില. 208 പേരാണ് ആദിലയെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പ്രതിമാസം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി ആദില ഈടാക്കുന്നത്. 81,120 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസവരുമാനമായി നേടുന്നത്. അഹാന കൃഷ്ണ. 110 പേരാണ് അഹാനയെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പ്രതിമാസം 290 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി അഹാന ഈടാക്കുന്നത്. 31,900 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസവരുമാനമായി നേടുന്നത്. രേണു സുധി. 2,782 പേരാണ് രേണുവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പ്രതിമാസം 180 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി രേണു ഈടാക്കുന്നത്. 5,07,076 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസവരുമാനമായി നേടുന്നത്. അന്ന രാജൻ. 1,190 പേരാണ് അന്ന രാജനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പ്രതിമാസം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി അന്ന ഈടാക്കുന്നത്. 4,64,100 രൂപയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം മാസവരുമാനമായി നേടുന്നത്.